ഓക്കെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ്. ഇപ്പോൾ ഈ മൈൻക്രാഫ്റ്റ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ഇതിൽ ടോപ്പിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. ഐ മീൻ സുധി, FTT ഗെയിമിംഗ് പോലെ യൂട്യൂബേഴ്സ് ഓലൊക്കെ ലെറ്റ്സ് പ്ലേ സീരീസ് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കിക്കൂടാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 1. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു വേൾഡിൽ ഈ വേൾഡിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യണത് എന്നുള്ളത് വൺസ് ഇൻ എ വീക്ക് എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ, പ്രോമിസ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ആ പാളയൊരു ഇല്ലല്ല ഞാൻ ചെയ്യും കറക്റ്റായിട്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു ചാനൽ മൈൻക്രാഫ്റ്റ് മാത്രം ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോണിന് ഇതിലുള്ള സ്പെക്കേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇതേ കളിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നല്ലൊരു ഡിവൈസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഒരു PC, ഒരു ഗെയിമിംഗ് ലാപ്പൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻക്രാഫ്റ്റ് വിത്ത് ഷെയ്ഡേഴ്സ് ചെയ്യാം. മൈൻക്രാഫ്റ്റ് അല്ലാത്ത ഒരുപാട് വേറെ ഗെയിംസ് നമുക്ക് കളിച്ചു നോക്കാം. ഓക്കെ, ഉദാഹരണത്തിന് GTA 5, PUBG PC പോലത്തെ ഗെയിംസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കളിച്ചു. ഓക്കെ, ഫോർട്ട്നൈറ്റ് പോലത്തെ ഗെയിംസ്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഗെയിമിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ, നമുക്ക് വീഡിയോ പിന്നെ ഈ ചാനൽ ചിലപ്പോൾ വെറും ഗെയിമിംഗ് അല്ലേ, കാരണം ചിലപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം അത്ര. ഓക്കെ, എന്താ പറയുക, പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. ഓക്കെ, എന്തായാലും പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് ഒക്കെ തുടങ്ങാൻ നിൽക്കില്ലേ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ്സിലായിട്ട് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടാകുമ്പോൾ. ഓക്കെ, നമുക്ക് വീഡിയോ ഇൻട്രോ കുറച്ച് ലോങ് ആയി പോയില്ലേ. ഓക്കെ, വാ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ലെറ്റ്സ് പ്ലേ സീരീസ് കളിക്കാൻ പോണ സീഡ്. ഈ സീഡ് ഞാൻ എന്തുകൊണ്ട് എടുത്തു വെച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. പിന്നെ ഈ സീഡ് ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അഡ്വാൻസ്ഡിൽ -3940 ഈ സീഡ് ഞാൻ സെലക്ട് ചെയ്യാം. എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് മൊത്തം ഈ സീഡിൽ കളിക്കുക. ഞാൻ എന്തുകൊണ്ട് ഈ സീഡ് സെലക്ട് ചെയ്ത് അതിൽ ഉത്തരം ഞാൻ ഇപ്പോൾ തരാം. ഓക്കെ അയൺ ഗോളംസ് വിൽ ഫൈറ്റ് ഫോർ യു. ശരിയല്ലേ? ഇവിടെ ഈ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏറെക്കുറെ ഗെയിമിനെ പറ്റിയുള്ള എല്ലാ ഐഡിയയും കിട്ടും. ഞാൻ എന്നും വായിച്ചു നോക്കില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ബയോം. ഓക്കെ, ഒന്നാമത് എനിക്ക് ടാഗ ബയോമും എല്ലാം ഇഷ്ടമാണ്, ടാഗ വില്ലേജും. ഓക്കെ, പിന്നെ ഈ ഇതിൻ്റെ അടുത്തന്നായിട്ട് കണ്ടോ ഈ ഒരു ബയോമും, ഈ ഒരു നോർമലായിട്ടുള്ള ഈ ഒരു ബയോമും ഇതും ഒപ്പമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് വീടുണ്ടാക്കണം. ഓക്കെ, അതിന് നമുക്ക് ഇഷ്ടംപോലെ വുഡ് ആവശ്യമുണ്ട്, സ്റ്റോൺ ആവശ്യമുണ്ട്, പിന്നെ അയൺ ആവശ്യമുണ്ട്. അയൺ എന്തിനാ വെച്ചാൽ നമുക്ക് ലാമ്പ് ഉണ്ടല്ലോ, ഐ മീൻ എന്തായാലും പറയാം, അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അതും പാടമാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക്. ഓക്കെ, പിന്നെ നമ്മൾ ഉണ്ടാക്കണേ പോണേ ഏകദേശം ഈ ഒരു ടൈപ്പ് മോഡൽ വരിക. ഞങ്ങൾ തമ്പനിയിൽ കണ്ടല്ലോ അതേപോലത്തെ. ഓക്കെ, ഇനി നമുക്ക് വുഡും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ ചെയ്തേക്കണം. ഓക്കെ, ഐ മീൻ നമുക്ക് കുറച്ച് പിക്കാക്സും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, 5 വുഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഓക്ക് പ്ലാങ്ക്സ് ആക്കിയാണ്ട് കുറച്ച് സ്റ്റിക്ക്, ക്രാഫ്റ്റിംഗ് ടേബിൾ, കൂടുതൽ സ്റ്റിക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, വെപ്പൺസ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സും ഒരു ആക്സും മാത്രം മതി ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊക്കെ കടന്ന് സ്റ്റോൺ ആക്കണം. എന്നിട്ട് നമ്മളെ സ്റ്റോൺ ആയിട്ടുള്ള വെപ്പൺ കൊണ്ട് വേണം നമുക്ക് ഇനി വുഡ് മൊത്തം എടുത്താണ്ട് ഇവിടെ വീടുണ്ടാക്കാൻ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് സ്റ്റോൺ അവിടെ നിന്ന് കിട്ടും. എന്താ അവിടെ കുറച്ച് ഇത് സ്റ്റേഴ്സ് അല്ലേ. നമുക്ക് സ്റ്റോണാണ് ആവശ്യം, കാരണം നമുക്ക് വെപ്പൺസ് സ്റ്റോൺ ആക്കാൻ. ഓക്കെ, അവിടെ ഇഷ്ടമല്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെല്ലണോ ഇപ്പം തന്നെ? ഓക്കെ, ഞാൻ അടിക്ക് പോയി എഴുതുന്നതായിട്ട്. ഓക്കെ, നമുക്ക് നമ്മളെ വെപ്പൺസൊക്കെ ഒന്ന് സ്റ്റോൺ ആക്കട്ടെ. ജസ്റ്റ് അയണിൻ്റെ ഒരു പിക്കാക്സും അയൺ 2 ഇതും ഇപ്പോൾ എത്ര മതി. ഓക്കെ, ഇനി നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോൺ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീടുണ്ടാക്കണം, നമ്മൾ സ്റ്റോൺ വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർ-അവർ വേൾഡ് പോലെ തന്നെ. ഐ മീൻ ഇനി എല്ലാം നമ്മൾ ഈ ഒരു വേൾഡിലേക്കാരും ചെയ്യാൻ പോകണം. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കമൻറ്റിനും ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് തന്നെ റിപ്ലൈ ചെയ്യും. മനസ്സിലായോ? ഐ മീൻ ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കമൻറ്റ് വീഡിയോൻ്റെ ഇടയിൽ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഓക്കെ,
അപ്പോൾ അതിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ കോൾ ഇതാട്ടോ, കോൾ നമുക്ക് ആവശ്യമാണ്. ഓക്കെ കാരണം നമുക്ക് എന്തായാലും വീടുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ടോർച്ച് വേണ്ടി വരും. ഓക്കെ ഓക്കെ നമ്മളെ ഫസ്റ്റ് പിക്കാക്സ് പൊട്ടി. ഇനി ഈ വുഡൻ പിക്കാക്സും കൂടെ പൊട്ടണ വരെ നമുക്ക് മൈൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇല്ല സ്റ്റോൺ കൊണ്ട് നമുക്ക് പോവാം. ഓക്കെ കാരണം നൈറ്റ് ആവുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിക്കും വേണം. പിന്നെ വില്ലേജ് ആണെന്ന് വെച്ചാൽ ബെഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് മറ്റേ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സാധനത്തെ വാതിലടക്കടാ കുതിര. ഓക്കെ അങ്ങനെ നമ്മൾ 2 പിക്കാക്സ് പൊട്ടണ വരെ നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്തു. ഓക്കെ അപ്പം നമുക്ക് ഏകദേശം 3 സ്റ്റോൺ കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വുഡ് വേണം. ഓക്കെ ഇനി വുഡുള്ള വരവുള്ളൂ. ഓക്കെ അതിന് മുമ്പ് അതിനെ പോയിട്ട് നൈറ്റായി നമുക്ക് പെട്ടെന്ന് പോയിട്ട് സ്ലീപ്പ് ചെയ്യണം. ഓക്കെ ഇല്ല സ്റ്റോൺ മൊത്തം അവിടെ തന്നെ കഴിക്കല്ലേ. ഓക്കെ എൻ്റെ കയ്യിൽ ഒരു പിക്കാക്സ് മറന്നു. ഓക്കെ ഇല്ല എനിമീസും സോംബീസൊക്കെ വരൽ തുടങ്ങി. ഇപ്പം തന്നെ ചാവാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, ഫൈറ്റ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. വേഗം ഞാൻ എൻ്റെ വില്ലേജ് പോയിട്ട് സ്ലീപ്പ് ചെയ്യട്ടോ. ഓക്കെ നമ്മൾ അത്യാവശ്യം സ്റ്റോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളും കൂടെ ചെയ്ത് നോക്കിയത്. ഓക്കെ ഇവിടെ ഒരു ബെഡില്ലത്, ഇതിൽ ബെഡില്ലേ. ക്രീപ്പർ വിട്ടിക്ക്. ഞാൻ ഒന്ന് ടെൻഷനായി പറയാം. കാരണം ഈ ക്രീപ്പറൊക്കെ ഏത് ഭാഗത്തു കൂടെ വീട്ടിലെങ്കിൽ ആ കുട്ടിപ്പിശാസല്ല ചെറുത് അതിനെ കാണുന്ന പേടിയാ. പോ ജസ്റ്റീസ് കാരണം അതിനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അടിക്കാൻ കിട്ടൂല. അത് വെറുതെ കടന്ന് കൊച്ചറുണ്ടാവും ചെയ്യും. ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഫുഡിന് പാട് ആവശ്യം കേട്ടോ. കാരണം വെച്ചാൽ വീടുണ്ടാക്കാൻ എന്തുണ്ടാക്കാനുള്ള ഫുഡ് ആവശ്യമാണ്. ഇവിടെ ഫുഡ് ഓക്കെ ഈ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ ചെറി ഉണ്ടാവുമല്ലോ. ഈ ചെറിനെ വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഫുഡായി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ വി ഗോ. ഓക്കെ എങ്ങനെയാണ് ഈ ബയോം എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സീഡൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നല്ലോ. ഓക്കെ ഇനി നമുക്ക് വുഡിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ ഈ സ്പ്രൂസിൻ്റെ വുഡിനെ നമുക്ക് ഇഷ്ടം പോലെ എടുക്കണം ആവശ്യം. ഓക്കെ ഇനി ഞാൻ ക്രിയേറ്റീവ് ഓണാക്കിയതൊന്നും ഒരുത്തരും ഒന്നും പറയരുത് കേട്ടോ. ഞാൻ ഫുൾ കളിച്ചതാ ഇതേപോലെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഒക്കെ ഫുള്ള് കാണിച്ചു തരുന്ന വീഡിയോ ഭയങ്കര ലെങ്ത് മണിക്കൂറുകളായി പോകും. ഓക്കെ അതുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് എല്ലാത്തിനും പ്രൂഫായിട്ട് എല്ലാം കാണിച്ചു തരും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് വുഡ് എല്ലാം ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത് അതാണ് നമ്മൾ വുഡ് ആക്കാൻ. ഓക്കെ വുഡ് ഇനി നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ നമ്മൾ ഈ ഒരു സ്ഥലത്തായിട്ടാണ് ഏകദേശം നമ്മളെ വീട് ഉണ്ടാക്കാനും പോകുന്നത്. ഓക്കെ വുഡ് സാൻഡൊക്കെ വേണം, നമുക്ക് ജനലൊക്കെ ഉണ്ടാക്കണ്ടേ. ഓക്കെ അത് തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ റിസോഴ്സ് നമ്മൾ എടുക്കണം. ഓക്കെ നമുക്ക് വേണ്ട റിസോഴ്സ് ഫുൾ നമ്മൾ എടുക്കുക. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടറോ ലാപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നിൽക്കണല്ലോ. ഈ ഗെയിമിങ്ങിന് ഏറ്റവും നല്ലത് ഗെയിമിംഗ് ലാപ്പാണോ അതോ PC ആണോ? എനിക്കറിയാം കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യണമെങ്കിൽ PC ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു PC ഭയങ്കര എക്സ്പെൻസീവ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ചുരുങ്ങിയത് ഒരു RTX 3060 വാങ്ങണമെങ്കിൽ തന്നെ വേണം എത്ര 15,000 20,000 സംതിങ് ഒക്കെ വേണം. പക്ഷേ ഒരു ഗെയിമിംഗ് ലാപ്പ് RTX 4060 മൊത്തം സെറ്റ് നമുക്കൊരു 70K അറൗണ്ട് ഒരു 70K കിട്ടും. അപ്പോൾ ഏത് ബെറ്റർ? നമുക്ക് പിന്നെ വെച്ചാൽ RTX 4050 തന്നെ അത്യാവശ്യം എല്ലാ മോസ്റ്റ് AAA ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റില്ലേ. ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. പട്ടിനെ നമുക്ക് പെറ്റാക്കിയാലോ? നമ്മുടെ കയ്യിൽ ബോണുണ്ടോ? ഇല്ല. എന്തായാലും ജോടൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ, എന്നെന്തായാലും നമ്മൾ പെറ്റാക്കും. ഓക്കെ മോർ വുഡ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പിക്കാക്സ് പൊട്ടണ വരെയും വുഡ് കളക്ട് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളേ, നമ്മൾ ഈ മലയാളി ഓഡിയൻസിന് തീരെ ക്ഷമല്ല, ഇങ്ങനെ ഫുള്ള് കാണിക്കാൻ ഒട്ടും ക്ഷമല്ല. പിന്നെ സ്കിപ്പ് ചെയ്താൽ പോലും പറയും ചെയ്യും ക്രിയേറ്റീവ് ഓണാക്കി അതാണ് ഇതാണ്. ഓക്കെ പിന്നെ എന്താ വെച്ചാൽ പക്ഷേ ഈ ഫോറിൻ മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ സീനില്ല. ഓലൊക്കെ മൈൻഡ് ക്രാഫ്റ്റ്
ഫുൾ ജെന്യുവൻ ആയിരിക്കും. ഐ മീൻ ഫുൾ വീഡിയോ ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഈവൻ മണിക്കൂറോളം ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ആൾക്ക് കാണാനുള്ള ഒരു ക്ഷമയുണ്ട്. പക്ഷേ നമ്മുടെ മലയാളം ഓഡിയൻസിന് പെട്ടെന്ന് എല്ലാം ഇങ്ങനെ ചെയ്തു പോകണം ഇഷ്ടം. ഐ മീൻ ഓരോ ക്ലിപ്പായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം കൂടുതൽ യൂസ് ചെയ്യാനുള്ളൊരു ഇതാണ്. തീരെ ക്ഷമ അല്ലാണ്ടായി പോയി നമുക്ക് പെട്ടെന്ന് എല്ലാം ഇങ്ങനെ ആവണം. ഓക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ അത്യാവശ്യം വുഡ് ആയിട്ടുണ്ട്. ഓക്കെ ഇത്ര സംതിങ് വുഡ് എല്ലാം ഏകദേശം കാര്യങ്ങളായിട്ടുണ്ട്. ഓക്കെ ഇനി വുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എടുക്കുകയും ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് എന്താ വെച്ചാൽ സാൻഡ് വേണം. ഐ മീൻ നമുക്ക് നല്ല ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ഇവിടെ അടുത്തുള്ള റിവർ ഉണ്ടോ? ആ റിവർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് സാൻഡ് കിട്ടും. നമുക്ക് അറിയാലോ. ഈ ഈ വില്ലേജ് എത്രയാണ് വലുതൊക്കെ. എനിക്ക് സ്പ്രൂസ് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ബയോമ് കമൻറ്റ് ചെയ്തോ. എനിക്കിഷ്ടം സ്പ്രൂസാ. ഓക്കെ ഇതാ ഇവിടെ ഉണ്ട് സാൻഡ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ ഞാൻ പറഞ്ഞല്ലോ റിവർ സൈഡിൽ പെട്ടെന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിള്. ഇനി നമുക്ക് വേണ്ടത് ഷവല്. ഓക്കെ ഇനി ഇത് ഫുൾ നമുക്ക് എടുക്കണം. ഓക്കെ ഫുള്ളല്ല ഏകദേശം കുറച്ചൊക്കെ. കാരണം വിൻഡോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാൻഡ് എടുക്കുന്നത്. കളിക്കണ എല്ലാവർക്കും ഇതൊക്കെ അറിയാലോ അല്ലേ. ഞാൻ അങ്ങനെ പറയുമ്പോൾ ചെറിയിട്ടുണ്ടോ? എനിക്കറിയില്ല. എനിക്ക് ഈ ഗെയിമിങ് വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണോ അതോ ഗെയിമിങ്ങിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഓൾറെഡി ഈ ടൈപ്പ് സൗണ്ട്സ് ഉണ്ടല്ലോ ഇത് മാത്രം മതിയോ? നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ട് വിട്ട മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഈവൻ ഇത്ര പോലും ബെസ്റ്റ് അല്ലാത്ത ഇത്ര പോലും ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ 15K വ്യൂസ്. പക്ഷെ അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസിന് ഓൺലി 1K സംതിങ് അങ്ങനെയൊക്കെ വരുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എന്താ യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ എന്തെങ്കിലും ആണോ? കാരണം അന്ന് അത്ര ആ മോശം വീഡിയോസിനൊക്കെ എങ്ങനെ 15K അല്ലെങ്കിൽ 8K 6K ഒക്കെ വ്യൂസ് കിട്ടിയതാണോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇപ്പോൾ അതിനേക്കാളും ഫാർ ബെറ്റർ വീഡിയോസ് ചെയ്യുമ്പോൾ അങ്ങനെ ആവണമില്ല. യൂട്യൂബിൻ്റെ അൽഗോരിതം എത്രത്തോളം അൺപ്രഡിക്റ്റബിൾ ആണെന്ന് അതോ അത് പറയണേ. അല്ലെങ്കിൽ ഇപ്പോൾ മൈൻക്രാഫ്റ്റ് മലയാളം കമ്മ്യൂണിറ്റി വളരെ ഡൗൺ ആയി നിൽക്കുക. ഓക്കെ നമ്മളെ ശവല അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ ആ ഒരു ഇതിപ്പോൾ ഇല്ല മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റി. ഓക്കെ അത്ര ആൾക്കാരില്ല. എനിക്ക് ഓർമ്മയുണ്ട് ആ കൊറോണ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ആക്റ്റീവ് അന്ന് ഒട്ടുമിക്ക എല്ലാ ഗെയിമും ഇതേപോലെ ഭയങ്കര ആക്റ്റീവ് തന്നെയില്ലേ. പക്ഷെ അന്നൊന്നും ഞാൻ ഈ ഗെയിം ഫസ്റ്റ് കളിച്ച ഗെയിമില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ഗെയിം കളിച്ച് നോക്കണത് 2024. അതും ഏകദേശം ഒരു 5-6 മാസം മുന്നേ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന വീഡിയോ ഉണ്ട്. പോയി കണ്ടോയ്യ. ഓക്കെ അങ്ങനെ നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ സാൻഡും ആയിട്ടുണ്ട്. ഓക്കെ ഇഷ്ടംപോലെ 64 അങ്ങനെ സംതിങ് ഒക്കെ ആയി. ഓക്കെ ഇനി നമുക്കെന്താ വെച്ചാൽ നമുക്കിനി അയൺ വേണം. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാം നമുക്ക് ഇതുണ്ടാക്കണമല്ലോ. ഐ മീൻ ലാൻഡേൺ. ഓക്കെ എപ്പോഴാണ് അതിന് പേര് കിട്ടില്ല. ലാൻഡേൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ വേണം. ഓക്കെ ഇവിടെ അയൺ ഗോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊണ്ടിട്ട് നൈസിലെടുക്കാം. കാരണം അയൺ ഇൻഗോട്ട് മാത്രം മതി നമുക്ക് ഇതുണ്ടാക്കാൻ. ഇവിടെ അയൺ ഗോൾഡ് ഉണ്ടോ? ഒറ്റയടിക്ക് അടിച്ച് കൊല്ലണേ കുഴപ്പമില്ല. സർവൈവൽ മോഡായതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. എനിവേ ഇവിടെ അതാ ഇഷ്ടം പോലെ ബ്രെഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് അടുത്തടുത്ത എപ്പിസോഡിലായിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഫുഡ് തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഓക്കെ നമുക്ക് വേണ്ടത് അയൺ. ഓക്കെ ഇത് ഗ്രീൻ സ്റ്റോൺ അല്ലേ? ഇതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യം വരും. ഓക്കെ നമുക്കിനിപ്പോൾ എന്തൊക്കെ ചെയ്യാണ്ട് ഈ ഒരു വേൾഡിൽ. ഓക്കെ ഈ ഒരു ലെറ്റ്സ് പ്ലേ സീരീസിൽ നമുക്ക് എല്ലാം ചെയ്യണം. ഇനി നമുക്ക് അയൺ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. നമുക്ക് ആദ്യം നെഗറ്റീവ് ലെവലിൽ സംതിങ് ഒക്കെ പോകേണ്ടി വരും അയൺ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇവിടെ അടുത്തില്ലേ ഈ ഇതിൽ വല്ലതും അയൺ ഉണ്ടോ? പിന്നെ ആദ്യം ഞാൻ കുറച്ച് വെപ്പൺസ് ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് ചേർത്ത് ചെന്നാൽ ഒന്നും നടക്കാൻ പോകില്ല. പിക്കാക്സ് സോഡ് ആക്സ് അതാണ് മതി. ഓക്കെ ഇനി അതിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇത് ഇൻവെൻറ്ററി ഒന്ന് സെറ്റ് ആക്കാം കേട്ടോ. ആക്സ് സോഡ് ഓക്കെ പിന്നെ ആവശ്യമുള്ളത് ഇത്. ഓക്കെ ഇനി നമുക്ക് അത്യാവശ്യം ഡിഫെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഷീൽഡ് കൂടി ഇല്ല നമ്മളെ കയ്യിൽ. സമയത്ത് ഇങ്ങനെ പോകണം അത്ര സേഫ് ഒന്നുമല്ല. പക്ഷെ നമുക്ക് അയൺ ഇപ്പോൾ ആവശ്യമാണ്. ഓക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലത്താകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അയൺ കാണേണ്ടതാണ്. റിസ്ക് എടുക്കേണ്ടി വരും. കാരണം ചാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തൊരു രസമല്ലേ കാണാൻ.
ഓക്കെ, അയാളോടെ അയാളോടെ ഓക്കെ. ഇന്നാരാ? ഓ, ഞാൻ പെട്ടുവല്ലോടേ. പൊട്ടി, എല്ലാം പോയില്ല. നമുക്ക് നമ്മളെ ഈ റീസ്പോൺ പോയിന്റ് ഇവിടെ തന്നെയാണല്ലോ, അങ്ങോട്ട് തന്നെ പോയിന്റ്. പെട്ടെന്ന് നമുക്ക് നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കണം, അല്ല നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചൊക്കെ വെറുതെ. ഓക്കെ, നമ്മൾ എവിടെ പോയിന്? ഓക്കെ, ഇവിടെ ഉള്ള രഞ്ജിക്കല്ലേ. ഓക്കെ, ഇവിടെ തന്നെ ഇവിടെ തന്നെ. എവിടേക്ക് ആകെ ചെന്നം പിന്നെ ചെതറി കിടക്കുകയാണ്. ഓക്കെ, ഇടുത്തൊക്കെ പോവോ? ഓ, ഒക്കെ ചന്നം പിന്നെ ചെതറി അവിടെ ഇവിടെ ആയിട്ട് കിടക്കണേ. അതൊക്കെ കിട്ടിയാലോ ഭാഗ്യം. ഓക്കെ, ലാക്ലി ഇതിനകത്ത് വേറെ വല്ല ജന്തു ഉണ്ടേ? അതാ ഒക്കെ ഉണ്ട്. ഫെറാസ് ചെറുതിനെ കാണാൻ എനിക്ക് പേടി, കാരണം നമുക്ക് കൈ കിട്ടില്ല, എങ്ങനെയായാലും അടിക്കാനും കഴിയില്ല അതിനെ. ഓ, ഇത് ശല്യം അതിനെ കൊണ്ട്. അതവിടെ അയൺ അത്യാവശ്യം ഉണ്ടല്ലേ, കുഴപ്പമില്ല. 2 3 4 5. നമുക്കിപ്പോൾ ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി വേണോ? ഇവിടെ എവിടെയെങ്കിലും നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇനി എടുത്തായിട്ട് എവിടെയെങ്കിലും. ഇതാ ഒരു കിളവൻ വരുന്നുണ്ട്. ഓ, എൻ്റെ അടുത്താണ് ഒരു ഷീൽഡ് പോലെ. ഞാൻ പെട്ടെന്ന് മേലെ കൊട്ടോ, എത്ര മതിയായതിനൊക്കെ. ഇനി നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഒന്ന് ഡയറക്റ്റിന് മേലെ കയറണോ? ബ്ലോക്ക് ഇട്ട് ഓക്കെ. ഓ, ഭ്രാന്താൻ തുടങ്ങി. ഞാൻ ഇപ്പം നിർത്തിയിട്ട് പോകും. ലെറ്റ്സ് പ്ലേ സീരീസ് ഒരു തേങ്ങയും മാണ്ടച്ച് ഇപ്പം നിർത്തിയിട്ട് പോകും ഞാൻ. ഒന്നാമെന്ന് പറയാം, എനിക്ക് കേവിൽ പോയി കളിച്ചാൽ പൊട്ടൻഷ്യൽ എനിക്കില്ല. ആദ്യം ഞാൻ മനസ്സിലാക്കണം. അതിന് മുമ്പേ ആക്രാന്തം കാട്ടി ഞാൻ എന്തെങ്കിലും കാട്ട് കിട്ടും ചെയ്യും. പിന്നെ അതവിടെ അയണ് പിക്കാക്സിലെ കയ്യിൽ. നോക്കണേ അവസ്ഥ, നോക്കണേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വന്ന് ഈ വഴി നേരെ പോയി കണ്ട് നേരെ പിക്കാക്സ് എടുക്കുക, നേരെ പോകും. ഇനി ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാമല്ലോ കേട്ടോ. ഇനി ഞാൻ അനുസരണമായിട്ട് എവിടെ എന്തെങ്കിലും പുറത്തരം കാട്ടും. കണ്ടോ അതേപോലെ എല്ലാം എടുത്ത് വേഗം ഒന്ന് സ്ഥലം കാലിക്കോ. ഇനി ഇവിടെ നിൽക്കണം അത്ര സേഫ് അല്ല. ചെറിയ നേരെ കഷ്ടപ്പെട്ടുണ്ടാക്കി സ്റ്റോൺ മൊത്തം അവിടെ പോയി. ദായണ് അവിടെ കുഴപ്പമില്ല, സ്റ്റോൺ പോലെ ദായണം കിട്ടിയതല്ലോ. ഓക്കെ, ദെൻ വീണ്ടും ദായണ് കേട്ടോ. ഓ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓക്കെ, ഇനഫ് എല്ലാം അത്യാവശ്യം നമ്മൾ അയൺ എടുക്കാൻ വേണ്ടിയല്ലോ ഒന്ന് അത്യാവശ്യം കിട്ടുകയും ചെയ്തു. ഇനി നേരെ പോട്ടെ മേലേക്ക്. ഈ സ്ഥലത്ത് നിൽക്കേ വേണ്ട, സ്ഥലം വിട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം നൈറ്റ് ആവാനായി. അതിൻ്റെ മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മൾ അത്യാവശ്യം വെപ്പൺസ് ആയി, അയണായി, ആവശ്യത്തിന് വേണ്ട എല്ലാ റിസോഴ്സും ആയിട്ടുണ്ട്. സാൻഡ് ആയിട്ടുണ്ട്, വുഡായിട്ടുണ്ട്, പിന്നെ സ്റ്റോൺ ആയിട്ടുണ്ട്. നമുക്കൊരു വീട് ഉണ്ടാകാനല്ലേ എല്ലാ റിസോഴ്സും കിട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വീടുണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് 4 ബ്ലോക്ക് ഇങ്ങനെ മേലേക്ക് ഒറ്റയ്ക്കൊന്നും വേണം. ഓക്കെ, ഇനി വേറെ ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ഓക്കെ, 1 2 3 4 5 ഇപ്പം എത്ര ആയിട്ട് കേട്ടോ? 5 1 2 3 4 5. ഓക്കെ, ഇനി അവിടെ നേരം കിട്ടും. ഓക്കെ, 1 2 3 4 5. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കിട്ടും. 1 2 3 ഓക്കെ, ഇനി ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യാം. നമ്മളെ ഫസ്റ്റ് ഹൗസിൽ സംഭവമായി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ, 1 2 3 4 ഇവിടെ 4 മതി. ഓക്കെ, 1 2 3 4. ഓക്കെ, ഇനി ഒന്ന് ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്താൽ ഓക്കെ.
കൊടുത്ത പണി ഏകദേശം കഴിയും. ഇനി ഇതിനൊക്കെ ഇതിനൊരു പില്ലർ പോലെ ഒരു സംഭവം ഉണ്ടാക്കണം. ഓക്കെ, ഇവിടെ അല്ല, ഇവിടെ. ഓക്കെ, ജസ്റ്റ് തീർക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ? എന്നെ പൊട്ടത്തിലാണല്ലോ കുറച്ചനെ സംഭവിച്ചു പോണേ. ഓക്കെ, ഇനി ഇവിടെ ആയി. ഓക്കെ, ഇനി ഇവിടെ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. ഞാനെന്തായാലും നിങ്ങൾക്ക് ഇത് ഫാസ്റ്റ് മോഷൻ അങ്ങനെ കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മളെ ഇവിടെ ഫുള്ള് ഇങ്ങനെ സ്റ്റോൺ ഇടണം. ഓക്കെ, ഏകദേശം ഈ വില്ലേജേഴ്സിനെ പോലെ ഒരു ഹൗസ് തന്നെ ആവുന്നത്. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ ഒരു 2 സൈഡ് ഡോറും ഇവിടെ ഒരു 1 സൈഡ് ഡോറും കയറാം. മനസ്സിലായോ? ഓക്കെ, സ്റ്റോൺ മാറ്റിക്കേ. ഓക്കെ, ഇനി ഇവിടെയും പാടെ ഒരു പില്ലർ ആവശ്യമുണ്ടല്ലേ? ഓക്കെ, ഇനി നമുക്ക് മുകളിലുള്ള കാര്യങ്ങൾ നോക്കണം. ഓക്കെ, ഇങ്ങനെ അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകണത്. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെ ആയിരുന്നു? ഓക്കെ, ഇവിടെ തന്നെ എടാ ഇത്ര ഹൈറ്റ് വേണ്ടേ? ഞാൻ ജസ്റ്റ് ആലോചിച്ച് കേട്ടോ. കറക്റ്റ്. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വിടുന്നു. ഇതാണ് ഫസ്റ്റ്. ഇതിൻ്റെ മേലെ വെച്ചാണ്ട് ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തൈണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റോൺ നമുക്ക് ചിലവാക്കേണ്ടി വരും. എനിവേ, ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ ബില്ല് വെക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇവിടെ കൊടുക്കുന്നു, ഒന്നും ഇവിടെ മുകൾക്കോട്ടോ. ഓക്കെ, ഒന്നുകൂടെ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നാലാമത്തെ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഓൾറെഡി ഈ വീടുണ്ടാക്കി ഇഷ്ടംപോലെ പ്രാക്ടീസ് ചെയ്താണ് കേട്ടോ. അതിന് ശേഷം തന്നെയാണ് ഇവിടെ കാണിക്കണം. അല്ലാതെ അപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെ കഴിയും? ഓക്കെ, ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ. ഓക്കെ, ഇനി ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഇങ്ങനെ ഞാൻ മനസ്സിലായി. എനിക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാവുണ്ടല്ലോ. ഓക്കെ ദെൻ അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ മടല്ലേ നോക്കേ, ജസ്റ്റ് വെയിറ്റ്. അത്രയും ഹൈറ്റ് നട ചാടിയ പോയിണ്ട്. ഓക്കെ, ഇത് പാടെ. ഓക്കെ, പാറ്റേൺ കറക്റ്റ് തന്നെയല്ലേ? എവിടൊക്കെ ബ്ലോക്ക് ഇടണോക്ക. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ. ഓക്കെ, ദെൻ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇവിടെ. ഓക്കെ, കറക്റ്റാ. ഇനി നമുക്കിതാ ഈ ഒരു ടോപ്പ് ഇതിൻ്റെ ഫുൾ ഭാഗം കൊണ്ട് കവർ ചെയ്ത് ഇങ്ങനെ വരാം. ഓക്കെ, അതേപോലെ കാരണം എന്താണോ ഈ ഒരു മോഡലിനെ ഇനി ഏകദേശം വെച്ച് ചെയ്യാനൊരു പ്ലാൻ മൈൻഡിൽ ഓൾറെഡി ഒരു പ്ലാൻ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. അല്ല മൊത്തത്തിൽ ആകെ പാളിപ്പോവും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫുള്ള് ഓക്ക് പ്ലാങ്ക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ആദ്യം ഈ ചുമര് ഫുന്നും ഫുള്ളൊന്ന് സ്റ്റോൺ വെച്ച് കവർ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, ഈ ഭാഗം കവറായി. കണ്ടോ, ഞാൻ ഈ ചെയിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് വരും. അതാണ് എനിക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യം. ഓക്കെ, വിഗോ നമ്മളെ കയ്യിലെ സ്റ്റോണൊക്കെ കാരണം ഇത്ര പോലും ചെറിയൊരു വീട് ഉണ്ടാക്കാൻ തന്നെ എത്രത്തോളം സ്റ്റോണും കാര്യങ്ങളൊക്കെ വേണ്ടല്ലേ. അത് നോക്കാം നിങ്ങൾ.
ഞാൻ ആദ്യം റിസോഴ്സ് എടുക്കാൻ ഇത്രയും ടൈം എടുത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇത്രയും റിസോഴ്സ് ആവശ്യമുണ്ട് ചെറിയൊരു വീട് ഉണ്ടാക്കാൻ തന്നെ. ഇതേപോലെ ചെറിയൊരു വീട് ഉണ്ടാക്കാൻ തന്നെ ഞാനും ആലോചിക്കുക. അപ്പോൾ ഈ സുധി പോലത്തെ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ വലിയ ഭയവും കാര്യങ്ങളും ഉണ്ടാക്കാൻ എത്ര ടൈം എടുത്ത് പോലെ റിസോഴ്സ് മൊത്തം ഒരു ക്രിയേറ്റീവ് അല്ലാതെ ഇതേപോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുത്ത് പോയപ്പോലെ. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ കണ്ടോ ഈ ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വീടിന് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയിട്ടോ. അത് സത്യം, കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി. ഇനി ഇതിനോടല്ലേ ഈ വരുന്ന വുഡ് ഉണ്ടല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ മതി. ഓക്കെ, അതിനതൊക്കെ ഓക്ക് പ്ലാങ്ക്സ് ആക്കാം. അപ്പോൾ എണ്ണ എന്തായാലും കൂടുതൽ കിട്ടിക്കോളും. അപ്പോൾ സിമ്പിളായിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുവരെ പാടുള്ളൂ. ഇതിൻ്റെ ബാക്കി നോർമൽ വുഡ് തന്നെ ഇടണം. ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു ഡിസൈൻ മനസ്സിലായില്ലേ ഓവറോൾ? ഇനി ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ തന്നെ ഈ ഒരു ഡിസൈൻ തന്നെ ഇവിടെയും കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്, ഈ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഓരോന്ന്. ഓക്കെ, ജസ്റ്റ് ആദ്യം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ഈ ടൈപ്പ് വുഡിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഇതിന് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ പോകണം. ഓക്കെ, തന്നെ ഇനി ഈ ടൈപ്പ് വുഡ് കൊണ്ട് ഫുൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരട്ടെ. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ഫൈനലി ഈ ഭാഗം. ഓക്കെ, ഇനി ഞങ്ങൾക്കൊരു ഓവറോൾ ലുക്ക് കാട്ടിത്തരാം കേട്ടോ. ജസ്റ്റ് വെയിറ്റ്, ഈ ഭാഗം പാടന്ന് കവർ ചെയ്യട്ടോ. ജസ്റ്റ് ഇവിടെയും പാടന്ന്. ഓക്കെ, ഫൈനലി ഇവിടെ. ഓക്കെ, ഈ ഭാഗവും കവർ ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു കള്ളക്കിളവൻ അവിടെ നിൽക്കണുണ്ടോ? ജസ്റ്റ് അത് ഊരെന്ന് കണ്ടിട്ട് നിങ്ങൾ, കള്ളക്കിളവൻ. അതിൻ്റെ എടുത്തേക്ക് പോയാൽ ഓനിട്ട് അതിൻ്റെ സ്പെല്ലൊക്കെ മുഖത്ത് കിട്ടിയാൽ നമ്മൾ നൈസായിട്ട് കൊന്നോളും. ഇനി നമുക്ക് ഉള്ളിലെ കാര്യങ്ങൾ സെറ്റാക്കാം. ഓക്കെ, ആദ്യം തന്നെ ഈ ടൈപ്പ് ഇത് കളയായിട്ട് കേട്ടോ. ഫുൾ നോർമൽ കളർ ആക്കണം. ഓക്കെ, എവിടെ ഉണ്ട് ശവലെന്തേ? ഇനി ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആയിട്ട് കേട്ടോ. ഓക്കെ, ഓൾ ക്ലിയർ. ഇനി ഈ നോർമൽ കളർ, ഈ ഗ്രീൻ ഗ്രാസ് തന്നെ അടിയിലായിക്കോട്ടെ. എനിക്കത് ഇഷ്ടം. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞാൽ താനെ ഗ്രീൻ ആവും. ഓക്കെ, എനിവേ കണ്ടോ അതേപോലെ 1 2 3 1 2 3. ജസ്റ്റ് ഇവിടെ അടുത്തിൽ ഒരു ടോർച്ച് ഇട്ടാൽ നമുക്ക് അവിടെ തൽക്കാലത്തിന് ലൈറ്റ് അപ്പ് ചെയ്യാം. ഓക്കെ, പോട്ടെ പെട്ടെന്ന് പോട്ടെ. ഇനി ഇവിടെ ഉള്ള ടോർച്ച് എടുത്ത് ഇവിടെ ലൈറ്റ് അപ്പ് ചെയ്താണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യുക, ഈ ഭാഗങ്ങളിൽ ഇവിടെ ഇതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. ഞാൻ കാണിച്ചില്ല. ഇത് മുകളിലത്തെ ഒരു ഫ്ലോറാണ്, മനസ്സിലായോ? ഇത് മുകളിലത്തെ ഫ്ലോർ, ഇത് താഴത്തെ ഫ്ലോർ, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി മേലെ കയറാൻ ഒരു ലാഡർ പോലെ ഉണ്ടാക്കിയാണ്ട് മേലെ അങ്ങനെ കയറും, മനസ്സിലായോ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഗ്ലാസും പാടെ ഫിക്സ് ചെയ്താൽ ഏതാണ്ട് പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ ഭാഗം ജസ്റ്റ് സ്റ്റോൺ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യണം. വല്ലാണ്ടാണ് ഓപ്പൺ ആവണ്ട ഈ ഭാഗം. ഓക്കെ, ഇങ്ങനെ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ കയറാണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ ലാഡർ ഉണ്ടാക്കണം, മനസ്സിലായോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ജസ്റ്റ് ഞാൻ കാണിച്ചു കേട്ടോ. ലാഡർ സെർച്ച് ചെയ്തോ. ലാഡർ, ഓ ക്രാഫ്റ്റിംഗ് ടേബിളിൽ എടുത്ത് പോയാലല്ലേ ലാഡർ ഇല്ലേ? ഓക്കെ, ലാഡർ 1 2. ഓക്കെ, ഇത്ര മതി. ഇനി ഇവിടെ നേരെ ലാഡർ ഇട്ട് ഇങ്ങനെ പോകാം. അടാ എന്താ സൗണ്ട്? 1 2 3 4. ഇത്ര വരെ മേലകത്താൻ മതിയല്ലോ. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ഈ സെറ്റ് മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു ഡോറിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സ്പ്രൂസിൻ്റെ ഡോറിനൊക്കെ അല്ലേ ഇവിടെ ഈ സ്ഥലത്തല്ലേ നമ്മളെടുത്ത്, അപ്പോൾ തന്നെ ആക്കാം ഇവിടെ. ഓക്കെ, ഇനി ഡോറെടുത്തു. ജസ്റ്റ് ഇനി നമ്മൾ ഈ ഡോർ ഇവിടെ ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ പകുതി സമാധാനം ആയിക്കോളും. ചങ്ങോട്ട് ചെല്ലാൻ തന്നെ പോയി ആയിട്ടാണ്ട് എന്തെങ്കിലും ഒന്ന് കൊന്നു തിന്ന് കളയും. ഓക്കെ, അതായി.
ഇനി ഈ ഭാഗത്തിൽ ഡോറും പാട്. ഓക്കേ, ഇനി നമുക്ക് ഗ്ലാസ് പരിപാടിയുള്ള കോക്ക്. ഓക്കെ, പൊട്ട 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 പൊട്ട. ഓക്കെ, ദെൻ ഇവിടെയാണ് നമ്മൾ ബെഡ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നല്ല നീല കളർ ബെഡ്, നല്ല രസമുണ്ട് കാണാൻ. കട്ടിട്ട് താണ്ടണതല്ല, എന്താ രസം കാണാം. ഓക്കെ, ഇനി ഗ്ലാസ് എത്രത്തോളം മെൽറ്റ് ആയി കേട്ടോ. ഓക്കെ, ഗ്ലാസ് ഫുൾ മെൽറ്റ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ എങ്ങനെ ഫിക്സ് ചെയ്യാം ഗ്ലാസ് ഫുൾ. ഓക്കെ, ഗ്ലാസ് ഫുള്ളാവട്ടെ കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം. ഈ ഭാഗത്തും ഗ്ലാസ് ഇങ്ങനെ ഫുൾ ഫിക്സ് ചെയ്യും, ഈ ഭാഗത്തും ഫിക്സ് ചെയ്യും, ഈ ഭാഗത്ത് അങ്ങനെ മൊത്തത്തിൽ ഗ്ലാസ് കൊണ്ട് ഒരു കളി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മേലെ സെറ്റ് ചെയ്യാം. മേലെ കാരണം ആകെപ്പാടെ ഇത്ര ഈ ഒരു സ്റ്റോറേജ് ഇത്ര സ്ഥലമേ കാണുള്ളൂ. നമുക്ക് ഒരു ടോർച്ച് എന്തെങ്കിലും എടുത്ത് വരാം കേട്ടോ. അപ്പുറത്ത് വില്ലേജ് ഉണ്ടല്ലോ, ആരെന്തെങ്കിലും കട്ടെടുത്ത് വരാം. ഓക്കെ, ഓസോ കോമ്പ്യൂട്ടർ ആരോ വരുന്നോ, ഓൻ്റെ എനർജി ഒക്കെ അങ്ങോട്ട് വരാൻ. ഓക്കെ, ഇത് മതി, ഇത് മതി, തൽക്കാലത്തിന് ഇപ്പോൾ മതി. ഓക്കെ, ഇനി മേലൊക്കെ ഇപ്പം നമുക്ക് ലാൻഡേൺ ഇപ്പം ഉണ്ടാക്കാം. അതുവരെ ജസ്റ്റ് വെയിറ്റ്. ഇതാണ് മേലത്തെ സ്റ്റോറേജ്. ഓക്കെ, എങ്ങനെയുണ്ട്? കാരണം ഇതിപ്പോൾ ഒരു മുകളിലൊരു ബാൽക്കണിയൊക്കെ പോലെ. ഓക്കെ, ഇനി ഇവിടെയും ഗ്ലാസ് ഫുള്ള്, ഇവിടെയും ഗ്ലാസ് ഫുള്ള്, മനസ്സിലായോ? ആ ഒരു രീതിയിലേക്ക് വരാം. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് സ്റ്റെപ്പും പാടെ ഉണ്ടാക്കേണ്ടി ഇവിടുന്നും പാടെ അതിൻ്റെ മേലെ കയറാൻ പറ്റുന്ന രൂപത്തിലാക്കാം. ഓക്കെ, എടാ ഇവിടെ വന്ന് കടന്നുറങ്ങാം. എടാ എന്നോട് ചോദിക്കാതെ എൻ്റെ വീട്ടിൽ നിന്ന് കടന്നുറങ്ങാം. നീ ചത്തൊരു കുഴപ്പമില്ല. അതിൻ്റെ ഭാഗത്ത് വല്ല മിസ്റ്റേക്ക് ഉണ്ട്. ഇത്തിരി മര്യാദ ഉണ്ട്. ഒരാളെ ബെഡ്റൂമിൽ നിന്ന് കടന്നുറങ്ങുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയ പേരിൽ ഇന്നോട് ചോദിക്കാതെ എൻ്റെ ബെഡ്റൂമിൽ ഒറ്റ കടത്തും. ഇവിടുത്തെ മര്യാദ. എനിവേ, ഇനി നമുക്ക് നമ്മളെ പിക്ക് ആക്സ് എടുത്ത് കണ്ട് ഈ ഭാഗത്ത് ചെല്ലാം ആദ്യം ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു പാറ്റേണല്ലോ. ഓക്കെ, ഓക്കെ, ഇനി ഒരു ഭാഗം കൂടെ. ഓക്കെ, ഇനി നമുക്കിതാ ഇവിടെ അല്ലേ കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പാറ്റേൺ അവിടെ ഇവിടെ ഞാൻ ഏകദേശം ഒരേപോലെ കൊടുത്തത് കണ്ടോ. ഇനി നമുക്ക് ഇവിടെ 4 ഹോൾ വെക്കുന്നു, ഇവിടെ ജനൽ വെക്കുന്നു. ഓക്കെ, അടാ അതിൻ്റെ വെറുതെ ഒരു ഗ്ലാസ് പോയി. ഗ്ലാസ് പൊട്ടിയാൽ പിന്നെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രത്യേകത ഗ്ലാസ്സിനുണ്ട്, മനസ്സിലായോ? ഗ്ലാസ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഓ, അതിനുള്ളിൽ ഇത് കഴിഞ്ഞു പോയോ? അടുത്ത വരട്ടെ. ഓക്കെ, ജസ്റ്റ് സ്ലീപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ വുഡ് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ കത്തിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. ഓക്കെ, പിന്നെ അയൺ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. തൽക്കാലത്തിന് ഇപ്പോൾ ഈ വെച്ച ഹോള് ഫുൾ അടക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വുഡ് എടുത്ത് വരെ. നോക്കിയാ എങ്ങനെയുണ്ട്? ആഹാ, ഇനി നമുക്ക് മേലിമ്പാടെ ഗ്ലാസ് ആക്കിയാണ്ട് ഫുൾ സെറ്റ് ആയല്ലോ. ഇനിയിപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് നിന്ന് സ്റ്റെയറും പാടെ ഉണ്ടാക്കിയാൽ ഓൾ ക്ലിയർ. ഇപ്പോൾ ഈ വില്ലേജിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻ്റെ വീടാണ്, നോ ഡൗട്ട്. ഓക്കെ, ഇനി നമുക്ക് മോർ ഗ്ലാസ് മോർ അയൺ. നമുക്ക് മറ്റേ ലാൻഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ജസ്റ്റ് ഓക്കെ കത്ത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഗ്ലാസ്സായി, ഇനി ഈ ഭാഗത്തും പാടാം. ഓക്കെ, 1 2 3 4. ഓക്കെ, ഈ ഭാഗത്ത് പിന്നെ ഗ്ലാസ്സാണ്. ഓ, ഇപ്പം നൈസായില്ലേ? ഈ ഗ്ലാസ് വെച്ചപ്പോൾ തന്നെ വീടിൻ്റെ മൊത്തത്തിലൊരു ഗതി തന്നെ മാറി. ഈ ഭാഗത്ത് ഇങ്ങനെ 6 ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ ആക്കാം. ഓക്കെ, അതായിരിക്കും രസം. ഓക്കെ, അല്ല വേണ്ട, ഈ ഭാഗം നല്ല രീതിക്ക് ഇങ്ങനെ തുറന്ന് കിടന്നോട്ടെ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, ഓ ഇഷ്ടംപോലെ ഗ്ലാസ് ആണ് കേട്ടോ ഇതിനൊക്കെ. കുഴപ്പമില്ല, നമ്മളത്തെ അത്യാവശ്യം സാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വുഡ് വേണേൽ പിന്നെ എടുത്താലും മതി കുറച്ച് അത്യാവശ്യം. എനിവേ, ഇപ്പോൾ ഇത്രയും. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇനി അയൺ മെൽറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് ഒരു ഫർണസും കൂടെ തൽക്കാലത്തിന് ഉണ്ടാക്കാം. ഓ, ഇതെന്താ ഫർണസ്? ഓക്കെ, ഇനി തൽക്കാലത്തിന് ഉടക്കട്ടെ, അയൺ മെൽറ്റ് ആവട്ടെ, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഓക്കെ, ഓ ഈ അയൺ മൊത്തം മെൽറ്റ് ആവാൻ ഇത്രയും വുഡ് പോരല്ലോ. കുറച്ച് വുഡ് ഇവിടെ നിന്ന് എടുക്കാം. 10 അവിടെ നിന്ന് കത്തട്ടെ, 10 ഇതിൽ നിന്ന് കത്തട്ടെ. ഓക്കെ,
ലാൻഡേൺ ഉണ്ടാക്കണം, പിന്നെ ഫുൾ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യണം. ഓക്കെ 1 2 3. ഓക്കെ ഈ ഭാഗം അങ്ങനെ ഗ്ലാസ് ഉണ്ട് അതിൻ്റെ ഫുള്ള്. ഇനി നമുക്ക് മേലിമ്പാടെ ഗ്ലാസ് കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ഈ അയൺ മൊത്തം ഒന്ന് ഇതാവട്ടെ, ഈ ഗ്ലാസ് മൊത്തം ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. അയൺ എത്ര ഉണ്ട്? ഓക്കെ അയൺ ഇൻഗോട്ട് വെച്ചാണ്ട് നമുക്ക് ലാൻഡേൺ ഉണ്ടാക്കണം. ഓക്കെ ലാൻഡേൺ ഉണ്ടാക്കണം അയൺ ഇൻഗോട്ട് അല്ലേ. 1 2 3 അത്യാവശ്യം ഇത് തന്നെ കിട്ടും. ഒരു ടോർച്ചും വേണമല്ലേ? അപ്പോൾ പിന്നെയും കോൾഡ് ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഞാൻ കുറച്ച് കോൾഡ് എടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ അതൊക്കെ അയണും കാര്യങ്ങളൊക്കെ മെൽറ്റ് ആവുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യട്ടെ. ഓക്കെ ഇനിയിപ്പോൾ കോൾ എവിടെ നിന്ന് കിട്ടും? കോൾ നമുക്ക് ഈ ഒരു ഷിൻകോട് നിങ്ങൾ ചെല്ലണ തന്നെ കയറിയാണ് സത്യം പറഞ്ഞാൽ. എപ്പോഴാണ് ചാവ് വരാൻ പറ്റില്ല. ഓക്കെ അവിടെ അത്യാവശ്യം തന്നെ കോളുണ്ട്. അങ്ങനെ ഈ കോൾ വിഷാമം ഇവിടെ തന്നെ തീർന്നല്ലോ. കാരണം എനിക്ക് എപ്പോഴും കിട്ടാൻ അടങ്ങേറില്ല സാധനം. സംഭവം എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇതുകൊണ്ട് അന്വേഷിച്ച് ഇതിനായിട്ടുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാണല്ലോ സാധനം കാണേയില്ല. ഇത്ര ഉള്ളൂ, കുറച്ചും കൂടെ വാണ്ടീന്. പക്ഷെ ഇപ്പോൾ കിട്ടിയ കൊണ്ട് വേഗം സ്ഥലം കാലിയാവും. ഇപ്പോൾ കോളായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ടോർച്ചിനാക്കാം. ഓക്കെ എനിവേ ഇനി നമുക്ക് അയൺ ഇൻഗോട്ട് വെച്ചാണ്ട് മോർ ഇതിൻ്റെ പേര് എന്താണ്? ലാൻഡേൺ. അപ്പോൾ ഇതിൽ മനസ്സിലായോ? ലാൻഡേൺ. അയണൊക്കെ മെൽറ്റായോ? ഫുൾ അയൺ ഇങ്ങോട്ട് വരട്ടെ. ഗ്ലാസ്സൊക്കെ ആയോ? അത്യാവശ്യം ആയിട്ടുണ്ടല്ലേ. ഇനിയും ആവാണ്ട് പോട്ടെ. ഇനി ഇതിൽ വല്ല വുഡും ഉണ്ടോ? അത് കൊടുക്ക. ഓക്കെ വുഡായി വേണം നത്തിട്ട്. ഓക്കെ ഗ്ലാസ് ഇനിയും വേണം. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വുഡ് ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനിയും അതിൽ ഗ്ലാസ് കിട്ടാണ്ട്. ഓക്കെ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ മെൽറ്റ് ആവട്ടെ. ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു 4 ജനലിങ്ങനെ കൊടുക്കാം. ഓക്കെ ഓക്കെ ഇപ്പം എങ്ങനെയായി? മൊത്തത്തിൽ ഏകദേശം ഒരു ഓവറോൾ ഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് മേലിമ്പാടെ ഗ്ലാസ് ഫിക്സ് ചെയ്ത് വരട്ടെ. ഓക്കെ ലാൻഡ് ആണോ ഉടനെ? ഓക്കെ ഇവിടെ ഒരു ലാൻഡ് ആണ് ഇങ്ങനെ വെക്കാം. ഇവിടെ ഒന്ന് വേണം. ഇനി ഈ ഭാഗം മൊത്തം ഇങ്ങനെ ഗ്ലാസ് ആക്കാം. ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഈ ഒരു ഭാഗം മൊത്തം ഗ്ലാസ് ആവട്ടെ കേട്ടോ. ഓക്കെ ഇങ്ങനെ ഇനി ഈ ഭാഗത്തും ഇതേപോലെ തന്നെ കേട്ടോ. ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് യൂട്യൂബറുണ്ട്, നീക്കോ എന്ന പേര്. അവൻ്റെ വീഡിയോസ് ആണല്ലോ. ഇതേപോലത്തെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ എനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെ വേണം അതൊക്കെ ചെയ്ത്? ഒന്നാമത് ഇത്ര ക്ഷമമാണ്. അതാണ് നമുക്ക് ഒട്ടുമില്ലാണ്. ഓക്കെ ഇനി ഒന്നും പാടെ ചെയ്താൽ ഈ ഭാഗം ക്ലിയറായി. ഓക്കെ ഇനി നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം. ഓക്കെ അങ്ങനെ ഈ ഭാഗം ഫുൾ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വീടിൻ്റെ 80% 90% കാര്യങ്ങൾ തന്നെ ഏകദേശം തീർന്നു. 90% കാര്യങ്ങൾ തീർന്നു. ഓക്കെ ഈ വീടിൻ്റെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇത് വേണം. ഞാൻ എന്താ പറയാൻ വന്നത്? കുറച്ചും കൂടെ വുഡ് ആവശ്യമുണ്ട്. ഇതൊക്കെ വുഡ് എത്ര എടുത്തിട്ടാണ് തീരുന്നില്ലേ? നമുക്ക് ഈ ഭാഗത്ത് ഫുൾ വുഡ് തന്നെ എടുക്കാം. ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു ലാൻഡ് ഉണ്ട് ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ലാൻഡ്, ഈ ഒരു ഭാഗത്തായിട്ടൊരു ലാൻഡ്. ഓക്കെ ഇവിടെ ഒരു ലാൻഡ്. ഇനി നമുക്ക് പുറത്തൊക്കെ ലാൻഡ് വെക്കണം. അതിന് കഴിഞ്ഞായിട്ട് അയൺ ഇൻഗോട്ട് എടുക്കണം കേട്ടോ. ജസ്റ്റ് അയൺ ഇൻഗോട്ട് എടുക്കണു. അതുകൊണ്ട് ഇത്ര ഓക്കെ ഇത്ര മതി. 1 2 3 4 അത്യാവശ്യം വെച്ച് വെക്കുന്നു. ഞാൻ എന്താ പുറത്തൊക്കെ വെക്കാം. നല്ല രസമായി ഡെക്കറേറ്റ് ചെയ്താൽ നല്ല രസമാണ്, കാണാൻ നല്ല രസം. ഓക്കെ വേണത് അവിടെ ഒന്നും പടക്കല്ലേ ഈ ഒരു ഭാഗത്തായിട്ട്. ഓക്കെ ഇനി ഇവിടെ ഒന്ന്. ഓക്കെ ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് വേണമെങ്കിൽ ഇവിടെ ഒന്ന്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഓവറോൾ നമ്മൾ വീട് ഇപ്പം എങ്ങനെയുണ്ട്? നൈസായില്ലേ? യെസ് ഇപ്പം ഈ വില്ലേജിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ വീടിൻ്റെടാ ഫോർ ഷുവർ 100%. ഓക്കെ ഇനി വേണേതാ ഇവിടെ കൂടെ ഒരു സ്റ്റെയറും പാടെ അങ്ങനെ ഉണ്ടാകാം. ഓക്കെ എനിവേ ഇനി ഇങ്ങനെ വെച്ച് ഇവിടെ എന്തായി
ഇതെന്താണ് അവിടുന്ന് കാട്ട്? എടാ ഇതെന്താടാ, ഇതെന്താ കാണിക്കണേ? ഇത് വേറെ എന്തൊക്കെയാ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പാവങ്ങളെ കൊല്ലാറില്ല, പക്ഷെ അവൻ്റെ കാട്ടിക്കുള്ളിൽ ശരിയില്ല. ഇനി ഇവിടെ ഒരു ഡോറും പാടെ ചെയ്യട്ടെ നമുക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഡോർ വെക്കുന്ന സ്ഥിതിക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കണം, എന്നാലേ ജസ്റ്റ് സുഖമായിട്ട് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെച്ചിരുന്നു. ഇതിന് 2 ഡോർ ഇതാ അവിടെ. ഓൾ ക്ലിയർ. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ കയറാനും പറ്റും. പക്ഷെ നമ്മൾ ഈ ഭാഗം പൊളിച്ചെഴുതാണ്ട് ഈ ഭാഗം കവർ ചെയ്യാതിരിക്കും ചെയ്യരുത്. ഇപ്പോൾ കണ്ടോ, നൈസായില്ലേ? അങ്ങനെ ഈ വീടിൻ്റെ പണി 100% കഴിഞ്ഞു. നൈസായില്ലേ? ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം കേട്ടോ. എന്തിനാരോ തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് വീടിൻ്റെ ബാക്ക്. ഇങ്ങനെ ഇരിക്കും വീടിൻ്റെ ബാക്ക്, ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഫുള്ളി അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാട്ടിത്തരാം. ഓക്കെ, ഫുൾ ചുറ്റിങ്ങനെ കാട്ടിത്തരാം. ഇതാണ് ഇപ്പോൾ നമ്മളെ വീട്, ഓവറോൾ നമ്മളെ വീട്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഉള്ളിൽ കയറി വയ്ക്കാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ, ബെഡ്, പിന്നെ ചെസ്റ്റ്, ഒരു ഫർണസ്, പിന്നെ ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, പിന്നെ നേരെ മേലൊക്കെ ഒരു ലേഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ പോയാൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നെക്സ്റ്റ് എപ്പിസോഡിൽ. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ലേഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഇതിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് ഈ വേൾഡ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പുതിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കി ഇത് വലിയൊരു സെർവറാക്കിയിട്ട് മാറ്റണം നമുക്ക്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നൈറ്റ്, നല്ല രാത്രി, ഒരുപാട് സമയമായി. ഇനി ഞാൻ പോയിട്ട് കടന്നു തുടങ്ങട്ടെ. ഇനി നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും ഇതിൻ്റെ എപ്പിസോഡ് 2. അത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനി എക്സ്പാൻഡ് ചെയ്താണ്ട് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കുക. ഈ വേൾഡ് ഫുള്ള് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇത് നമുക്ക് നല്ലൊരു സെർവറാക്കി മാറ്റണം. എന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമുക്ക് ഈ ഒരു വേൾഡ് കൊണ്ടുവരണം. ഓക്കെ, ദെൻ ശരി.